അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ പോയി പണം നഷ്ടപ്പെട്ട പുഷ്കരന് പണം തിരികെ ലഭിച്ചു. ഡിസംബർ 30-ന് പുഷ്കരന് നഷ്ടപ്പെട്ട പണം ജനുവരി 4-ന് തിരികെ ലഭിച്ചു. പുളിന്താനം സ്വദേശിയായ രവീന്ദ്രൻ അറിയാതെ കൊണ്ടുപോയ പണം അദ്ദേഹത്തിന്റെ ബന്ധു രമേശിനാണ് പുഷ്കരന് തിരികെ ഏൽപ്പിച്ചത്. പുഷ്കരന് പണം നഷ്ടപ്പെട്ടതിന്റെ ചുരുക്കം വിവരണത്തിലേക്ക്. അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാൻ പോയ ഓട്ടോക്കാരനും പൊതുപ്രവർത്തകനുമായ പുഷ്കരൻ എന്ന മനുഷ്യന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് നഷ്ടപ്പെട്ട അയാളുടെ പണം തിരികെ കിട്ടിയതും അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതും. അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പണം തിരികെ കൈകളിൽ എത്തുന്നതും. പുഷ്കരന് പണം നഷ്ടപ്പെട്ടതിന്റെയും തിരികെ ലഭിക്കുകയും ചെയ്ത കഥ ഇങ്ങനെ. ഡിസംബർ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം മല്ലപ്പള്ളി ടൗണിൽ ഓട്ടം കാത്ത് ഓട്ടോറിക്ഷയിൽ പുഷ്കരൻ ഇരിക്കുമ്പോഴാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കാറ് വന്നിടിച്ച് തെറിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുന്നന്താനം പുളിന്താനം അനുശ്രീ രവീന്ദ്രനാഥൻ ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇത് കണ്ട പുഷ്കരൻ പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും മറ്റൊരാൾ സ്കൂട്ടർ മാറ്റുകയും ചെയ്തു. ഈ സമയം പുഷ്കരന്റെ കയ്യിൽ കൊച്ചുമകളുടെ ഫീസ് അടയ്ക്കാൻ കടം വാങ്ങി സൂക്ഷിച്ചിരുന്ന 23,300 രൂപ നഷ്ടപ്പെടുന്നു. ഇതറിയാതെ പുഷ്കരൻ രവീന്ദ്രനാഥിന്റെ മുറിവുകളൊക്കെ പരിശോധിക്കുകയും ആശുപത്രിയിൽ പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രി പോകുന്ന കാര്യം അദ്ദേഹം നിരസിക്കുകയും വീട്ടിൽ പോയിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അപകടമുണ്ടാക്കിയ കാറുകാരനും വന്നു അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. പക്ഷേ അപകടത്തിൽപ്പെട്ടയാൾ അതിന് തയ്യാറായില്ല. ഈ സമയം രവീന്ദ്രനാഥിന്റെ തെറിച്ചുപോയ മൊബൈൽ ഫോണും പേഴ്സും പുഷ്കരനിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും ഉൾപ്പെടെ ആളുകൾ എടുത്ത് രവീന്ദ്രനാഥിന്റെ കയ്യിൽ കൊടുത്തു. ഇതിനിടയിൽ അപകടത്തിൽ അനാവശ്യമായ തർക്കവുമായി മറ്റൊരാൾ വന്നു. തർക്കവുമായി വന്നയാളുടെ പിന്നാലെ ഈ സമയം പുഷ്കരൻ പോയി. ഈ സമയത്താണ് പുഷ്കരന്റെ നഷ്ടപ്പെട്ട പണം രവീന്ദ്രനാഥിനെ മറ്റൊരാൾ ഏൽപ്പിക്കുന്നത്. ഇതിനിടയിൽ 23,300 രൂപ നഷ്ടപ്പെട്ട വിവരം പുഷ്കരൻ അറിഞ്ഞതുമില്ല. ആ പണം സ്കൂട്ടർ യാത്രക്കാരന്റെ ആണെന്ന് കരുതി മറ്റൊരാളെടുത്ത് രവീന്ദ്രനാഥിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് പുഷ്കരൻ തന്റെ പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് രവീന്ദ്രനാഥിനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും തുടർന്ന് മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും ഇവ നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്തതോടെ തെറ്റി പണം കൊണ്ടുപോയ രവീന്ദ്രനാഥിന്റെ ബന്ധുവായ രമേശ് കുമാർ ഈ വാർത്ത കണ്ടിരുന്നു. ഈ സമയം അപകടത്തിൽപ്പെട്ടയാൾ മറ്റൊരു രോഗത്തിന് ICUവിലാകുകയും ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹത്തിനോട് കയ്യിൽ ഇരുന്ന രൂപയുടെ കാര്യം ബന്ധുക്കൾ ചോദിക്കുന്നത് ആ തുക എവിടെ നിന്നാണെന്ന് അപകടത്തിൽപ്പെട്ട രവീന്ദ്രനാഥിന് അറിയാൻ കഴിയാതെ വന്നപ്പോഴാണ് ബന്ധുവായ രമേശ് താൻ കണ്ട വാർത്ത ഓർമ്മ വന്നത്. പുഷ്കരൻ ചാനലിൽ കൂടി പറഞ്ഞ തുകയും അപകടത്തിൽപ്പെട്ടയാളുടെ കൈവശം കിട്ടിയ തുകയും ഒന്നാണെന്ന് മനസ്സിലാക്കിയ രമേശ് ഈ തുകയുമായി പുഷ്കരനെ ഫോണിൽ വിളിക്കുകയും നഷ്ടപ്പെട്ട പണവുമായി മല്ലപ്പള്ളിയിൽ എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു. ജനുവരി 4-നാണ് രമേശൻ ഈ വിവരം പുഷ്കരനെ അറിയിക്കുന്നത്. തുടർന്ന് മല്ലപ്പള്ളിയിൽ എത്തിയ രമേശും പുഷ്കരനും കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് ഓഫീസർ സാന്നിധ്യത്തിൽ പണം കൈമാറുകയായിരുന്നു. SI സതീഷ്, ASI അൻസീം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രമേശ് കുമാർ പണം പുഷ്കരന് കൈമാറിയത്.